ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിൽ സമാധാനപൂർണമായി നടന്നുകൊണ്ടിരുന്ന ക്രിസ്റ്റഫർ സ്ട്രീറ്റ് ഡേ പ്രൈഡ് പരേഡിന് നേരെയുണ്ടായ ക്രൂരമായ വാഹനാക്രമണം യൂറോപ്പിനെ വീണ്ടും ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. നഗരമധ്യത്തിലെ ടിയർഗാർട്ടൻ പാർക്കിന് സമീപമുള്ള ജനക്കൂട്ടത്തിനിടയിലേക്ക് അതിവേഗത്തിൽ പാഞ്ഞുകയറിയ ഒരു വാൻ ഒരാളുടെ ജീവനെടുക്കുകയും 17ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സഹിഷ്ണുതയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും സന്ദേശമുയർത്തി ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങിയ വേളയിലാണ് പ്രണയത്തിന്റെയും സ്വത്വത്തിന്റെയും ആഘോഷങ്ങൾക്ക് മേൽ ചോര വീണത്. സംഭവത്തിന് പിന്നാലെ അക്രമിക്കായി ബെർലിൻ പോലീസ് ശക്തമായ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. വിപ്ലവകരമായ സന്ദേശങ്ങളോടെയും വർണ്ണാഭമായ ഫ്ലോട്ടുകളോടെയും പുരോഗമിച്ചിരുന്ന ആഘോഷങ്ങൾ പെട്ടെന്നാണ് രക്തരൂക്ഷിതമായ അന്തരീക്ഷത്തിലേക്ക് വഴിമാറിയത്. ശനിയാഴ്ച രാത്രി 10 മണിയോടെയാണ് വെളുത്ത നിറത്തിലുള്ള ഒരു വാൻ ടിയർഗാർട്ടൻ പാർക്കിലെ ആളുകൾക്കിടയിലേക്ക് പാഞ്ഞുകയറിയത്. തുടർന്ന് സമീപത്തെ മരത്തിലിടിച്ച വാഹനം ഉപേക്ഷിച്ച് ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും 8ഓളം പേർക്ക് ഗുരുതരമായി പരിക്ക് പറ്റുകയും ചെയ്തു. ഇതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. സംഭവത്തിന് തൊട്ടു പിന്നാലെ മുൻകരുതൽ നടപടിയെന്ന നിലയിൽ പരേഡ് പോലീസ് പൂർണ്ണമായും റദ്ദാക്കി. ബെർലിന്റെ ചരിത്രത്തിലും സാംസ്കാരിക ഭൂപടത്തിലും വലിയ സ്ഥാനമുള്ള ബ്രാൻഡൻബർഗ് ഗേറ്റിന് സമീപമാണ് നടക്കുന്ന ഈ ദുരന്തമുണ്ടായത്. ആഘോഷങ്ങളിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് ആളുകൾ പരിഭ്രാന്തരായി ചിതറിയോടിയതോടെ മേഖലയിൽ വലിയ ക്രമസമാധാന പ്രശ്നം ഉടലെടുത്തു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ പോലീസ് വലിയ സന്നാഹത്തെയാണ് പ്രദേശത്ത് വിന്യസിച്ചത്. ബ്രാൻഡൻബർഗ് ഗേറ്റിന് സമീപമുള്ള കൂറ്റൻ സ്ക്രീനുകളിൽ ഒഴിഞ്ഞു പോവുക എന്ന മുന്നറിയിപ്പ് തെളിയുകയും ആളുകളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശിക്കുകയും ചെയ്തു. അക്രമിയുടെ ലക്ഷ്യമോ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലമോ എന്താണെന്ന് നിലവിൽ വ്യക്തമല്ലെന്ന് ബെർലിൻ പോലീസ് വക്താവ് അലക്സാണ്ടർ ക്ലൂട്ട് പറഞ്ഞു. വാഹനം ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞ വ്യക്തിക്കായി ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും അത്യാധുനിക സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് പോലീസ് തെരച്ചിൽ നടത്തുന്നത്. അക്രമി ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. വാഹനം മരത്തിലിടിച്ച ശേഷം ആയുധവുമായി ഒരാൾ പുറത്തിറങ്ങി ഓടുന്നത് കണ്ടതായി ചില ദൃക്സാക്ഷികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇത് ആക്രമണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ബെർലിന്റെ ജനാധിപത്യ മൂല്യങ്ങൾക്കും സഹിഷ്ണുതയ്ക്കും മേലുള്ള കടുത്ത ആക്രമണമാണിതെന്ന് നഗര മേയർ കായ് വെഗ്നർ പ്രതികരിച്ചു. സഹിഷ്ണുതയും സമാധാനവുമുള്ള ഒരു ബെർലിനു വേണ്ടിയുള്ള കൂട്ടായ്മയാണ് ഇന്ന് ഏറ്റവും ക്രൂരമായി ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ബെർലിൻ സ്വാതന്ത്ര്യത്തിന്റെ നഗരമാണ്. ആ സ്വാതന്ത്ര്യത്തിന് നേരെയാണ് ഇന്ന് കല്ലെറിഞ്ഞിരിക്കുന്നത് എന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. അക്രമികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഹ് മെർസ് വ്യക്തമാക്കി.